Ladies and gentlemen, boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ വാലന്റൈൻ്റെ ടെസ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബോ ക്രിയേറ്റ് ചെയ്ത് റീനേം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. കളർ ആഷ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. യൂസ് ചെയ്തേക്കുന്ന ഫോൺ ബ്രഷ് സ്ക്രിപ്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി അണ്ടർ ട്രാൻസിഷൻ ലീനിയർ വൈബ് ആഡ് ആക്കി. പ്ലേ ഹെഡ് അറ്റ് ദ ബിഗിനിങ്ങിൽ വെച്ചിട്ട് ട്രാൻസിഷൻ കംപ്ലീഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ചേഞ്ച് ടു 100. ഞാനൊരു 2 സെക്കൻഡിൽ പോയി ട്രാൻസിഷൻ കംപ്ലീഷൻ 0 ആക്കി. അതുപോലെ വൈപ്പ് ആംഗിൾ -60 ഡിഗ്രി ആക്കി. ഫെദർ 400. ഇനി ഞാൻ ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് റിവീൽ എന്ന് കൊടുത്തു. ഇതിൽ ഫാസ്റ്റ് ബോക്സ് ബ്ലർ ആഡ് ആക്കി. ബ്ലർ റേഡിയസ് 5. CC ത്രെഷോൾഡ് ആഡ് ആക്കി. ചാനൽ ആൽഫ ത്രെഷോൾഡ് ഇൻക്രീസ് ചെയ്തു ഇതുപോലെ. ഇനി ഞാൻ റഫർ എഡ്ജസ് ആഡ് ആക്കി. ഫ്രാറ്റൽ ഇൻഫ്ലുവൻസ് 0. ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് ഹൈലൈറ്റ്സ് എന്ന് കൊടുത്തു. ഇതിൽ ഫിൽ ആഡ് ആക്കി. കളർ ബ്ലാക്ക്. ബെവൽ ആൽഫ ആഡ് ചെയ്തു. Edge thickness 15, light angle plus 50 degree, light intensity 1. ഇനി സിമ്പിൾ ചോക്കർ ആഡ് ചെയ്തു. ചോക്ക് മാച്ച് 7. നെക്സ്റ്റ് സോളിഡ് കോമ്പോസിറ്റ് ആഡ് ആക്കി. കളർ ബ്ലാക്ക്. ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. കോംപ്ലക്സിറ്റി 3. ബ്ലെൻഡിംഗ് മോഡ് ഓവർലേ. ഫാസ്റ്റ് ബോക്സ് ബ്ലർ ആഡ് ആക്കി. ബ്ലർ റേഡിയസ് 2. ത്രെഷോൾഡ് ആഡ് ചെയ്തു. ലെവൽ കുറച്ച് ഡിക്രീസ് ചെയ്തു. ഇപ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ കാണാൻ സാധിക്കും. ഞാൻ ഈ ഹൈലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലെയറിന്റെ ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് സ്ക്രീൻ ആക്കി. ഇനി ഞാൻ ത്രെഷോൾഡ് ലെവൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു റീനെയിം ചെയ്ത് ഷേക്ക് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ടർബുലന്റ് ഡിസ്പ്ലേസ് ആഡ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ബൾജ്. സൈസ് 40. കോംപ്ലക്സിറ്റി 4. ഹോൾഡ് ആൾ കീ ഓർ ഓപ്ഷൻ കീ എവല്യൂഷൻ കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. ആഡ് എക്സ്പ്രഷൻ ടൈം മൾട്ടിപ്ലൈ 400. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി സെറ്റ് മാറ്റ് ആഡ് ചെയ്യുക ഹൈലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ. ഇപ്പോൾ നമുക്ക് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് കളർ തിരിച്ചു കിട്ടും. എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്ത് പ്രീകോം ചെയ്യുന്നു. റീനെയിം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുന്നു. ഇതിൽ ഞാൻ ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. സ്റ്റാർട്ട് കളർ വൈറ്റ് ആൻഡ് എൻഡ് കളർ റോസ്. എൻഡ് ഓഫ് റാം ഇൻക്രീസ് ചെയ്തു. റാമ്പ് ഷേപ്പ് റേഡിയൽ റാം. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് പാർട്ടിക്കിൾസ് എന്ന് കൊടുത്തു. ഇനി ഞാൻ ലവ് PNG ഫയൽ ആഡ് ആക്കി. ടൈം ലൈനിൽ ഞാനിത് പാർട്ടിക്കിൾ സോളിഡ് ലെയറിന്റെ താഴെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. CC പാർട്ടിക്കിൾസ് വേൾഡ് ആഡ് ആക്കി. പാർട്ടിക്കിൾ സോളിഡ് ലെയറിൽ അവിടെ പാർട്ടിക്കിൾ ടൈപ്പ് ടെക്സ്ചർ സ്ക്വയർ. അവിടെ ടെക്സ്ചർ ലെയർ ഇമേജ് സെലക്ട് ചെയ്തു. ഇമേജ് ലെയർ ഹൈഡ് ചെയ്തു. ഡെപ്ത് സൈസ് 0. സൈസ് വേരിയേഷൻ 0.5. മാക്സിമം ഒപ്പാസിറ്റി 100. അണ്ടർ ഫിസിക്സ് ആനിമേഷൻ വിസ്കസ്. ഗ്രാവിറ്റി 0. റെസിസ്റ്റൻസ് 50. അണ്ടർ പ്രൊഡ്യൂസർ റേഡിയസ് X ഇൻക്രീസ് ചെയ്തു. ഇതുപോലെ റേഡിയസ് Yയും ഇൻക്രീസ് ചെയ്തു. ബർത്ത് റേറ്റ് ഞാൻ 1 ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഫിൽ ആഡ് ചെയ്തു. ഈ പാർട്ടിക്കിൾസ് ലെയറിൽ ഫിൽ കളർ പിക്കർ സെലക്ട് ചെയ്ത് ടെസ്റ്റ് കളറിന്റെ കളർ ആഡ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.